നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കേർ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മറ്റേ ഒലിവ് ഓയിലിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒലിവ് ഓയിലും പൊട്ടറ്റോ പീലും ഉരുളക്കിഴങ്ങിന്റെ തൊലിയും കൂടിയിട്ടുള്ള ഒരു വാട്ടറിന്റെ കൂടിയിട്ടുള്ള പറഞ്ഞു. അപ്പൊ അതില് ഞാൻ അതേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒലിവ് ഓയിൽ തന്നെ നിർബന്ധമില്ല കേട്ടോ. ഒലിവ് ഓയിൽ ആവാം, മാവണക്കെണ്ണ ആവാം, കടുകെണ്ണയാവാം. നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത്, ചിലർക്ക് എണ്ണ മാറ്റി തേച്ചാൽ പ്രശ്നമാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് അവർ തേക്കുന്ന എണ്ണ ഏതാണോ അത് തേക്കാം കേട്ടോ, അതിടാം. അപ്പൊ ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, നിർബന്ധമില്ല. പിന്നെ ഞാൻ ചില സിറപ്പ് ജ്യൂസ് ഒക്കെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അല്ലെ. ഞാൻ കഴിക്കുന്ന ജ്യൂസുകളിൽ ഒരെണ്ണം കേട്ടോ. ഇത് കഴിക്കുന്നത് വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ, ഞാൻ വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഒരു 12 മണിയോടുകൂടിയാണ് ആ ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ ഏത് സമയത്താണോ ഉണ്ടാവുക ആ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. മാറി മാറി കഴിക്കാൻ നമുക്ക് ജ്യൂസ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാട്ടോ, ക്യാരറ്റ് ആണ് കേട്ടോ. ക്യാരറ്റ് അരിഞ്ഞ് ജ്യൂസിലുള്ളവർക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, അങ്ങനെ ഉണ്ടാക്കാം. ഇതാണ് ക്യാരറ്റ് കേട്ടോ. ഇത് ക്യാരറ്റിന്റെ കൂടെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി വേണം കേട്ടോ, ഇഞ്ചി. അപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. പക്ഷെ എനിക്ക് പിഷർ വേണം, അപ്പോൾ ഞാൻ അരിക്കാതെ എടുക്കും കേട്ടോ. പിഷറോടുകൂടി തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടം അതാണ്, അരിക്കാറില്ല ഞാൻ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് അരിച്ചിട്ടാണ് ഞാൻ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഈ അരിക്കാതെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചിയുടെ സെപ്പറേറ്റ് ജ്യൂസ് എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അല്ല, അരിച്ചിട്ട് കഴിക്കുന്നവരാണെങ്കിൽ, ചിലർക്ക് അരിക്കണം, പിഷറൊന്നും അത്ര ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് ഇഞ്ചി ക്യാരറ്റിന്റെ കൂടെ നമുക്ക് ഒന്നിച്ചരിച്ചിട്ട് അരിച്ചെടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് പിഷർ വേണം, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ജ്യൂസ് ആക്കി കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ആപ്പിൾ സൈഡർ വിനെഗർ ഉണ്ട്, ഓർഗാനിക് ആണ് കേട്ടോ. അപ്പൊ ഇത് ഒരു സ്പൂൺ ഇതും ചേർക്കാം കേട്ടോ. ജ്യൂസ് ആക്കിയിട്ട് ഒരു സ്പൂൺ അത് ചേർത്തിട്ട് വേണം നമ്മൾ ജ്യൂസ് കുടിക്കാൻ. അപ്പൊ ഈ മൂന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. ക്യാരറ്റ് എല്ലാവർക്കും അറിയാം അല്ലെ, വിറ്റാമിൻ എ ഉണ്ട്. അപ്പോൾ ശരിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. എനിക്ക് ബേബി ഹെയർ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. നമുക്കിത് കഴിക്കുമ്പോൾ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും, ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റും, കംപ്ലീറ്റ് നമുക്ക് എന്തൊക്കെയാണോ പ്രശ്നം ഹെയറിനെ സംബന്ധിച്ച കുറേ വിവരണങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാ പ്രശ്നത്തിനും നമുക്ക് സൊല്യൂഷനാണ് കേട്ടോ ക്യാരറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇഞ്ചി എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇഞ്ചി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം അല്ലേ. ഇത് ഡൈജഷൻ കറക്റ്റ് ചെയ്യും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കും. ഞാൻ അന്ന് പറഞ്ഞല്ലോ, സ്കാൽപ്പിലുള്ള ബ്ലഡ് ഫ്ലോയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, വെസൽസിന്റെ ഒക്കെ. അപ്പോ ഇത് ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത്. പിന്നെ ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഹെയർ കെയറിന് പറ്റിയതാണ്, വെയിറ്റ് ലോസിന് പറ്റിയതാണ്, സ്കിൻ കെയറിന് പറ്റിയതാണ്, ഇമ്മ്യൂണിറ്റിക്ക് പറ്റിയതാണ്, പ്രതിരോധ ശക്തി ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിലും ബെസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും ഈ ആപ്പിൾ സൈഡർ വിനെഗറിന് ഇത്രയും ഗുണങ്ങളുണ്ട്. ഈ ആപ്പിൾ സൈഡർ വിനെഗർ നമുക്ക് വെറുതെ വെള്ളത്തിൽ ഒരു സ്പൂൺ 1 to 2 സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഡൈജസ്റ്റിന് എല്ലാത്തിനും നല്ലതാണ്. നമ്മൾ അറിയാതെ നമുക്ക് അതിന്റെ മാറ്റം വന്നുകൊണ്ടിരിക്കും. മോഷൻ പോകാത്തവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ, എടുത്തിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസ്. ഇനി ഇതിൻ്റെ കൂടെ ആപ്പിൾ സൈഡർ വിനെഗർ 1 സ്പൂൺ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ക്യാരറ്റ് ജ്യൂസ്. ഈ ക്യാരറ്റ് ജ്യൂസിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ചേർക്കാൻ പോവാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി നീരാണ് കേട്ടോ, ഇഞ്ചി നീര്. ഇത് ഇഞ്ചി നീര് സെപ്പറേറ്റ് എടുക്കാൻ കാരണം ഞാൻ ഈ ക്യാരറ്റ് അരിച്ചെടുക്കുന്നില്ല.
അങ്ങനെ തന്നെ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചി നീര് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കൂട്ടത്തിൽ അരച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതിനോടുകൂടി ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യും. ഇതാണ് മിക്സ് ചെയ്തത്. നമുക്ക് ഈ ആപ്പിൾ സൈഡർ വിനെഗർ ഉണ്ടല്ലോ, അതും നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം, ഇഞ്ചി നീര് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അകത്തേക്ക് കഴിക്കാം, നല്ലതാണ്. ഇനിയിപ്പോൾ വെറുതെ ക്യാരറ്റ് അല്ലാതെ നിങ്ങൾക്ക് വെറുതെ കഴിക്കണമെങ്കിൽ 1 to 2 സ്പൂൺ വേണമെങ്കിൽ വെറും വെള്ളത്തിൽ നിങ്ങൾക്ക് അത് ഒഴിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ ഇതിൻ്റെ ഇഞ്ചിയുടെ എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇച്ചിനെസ് ഉണ്ടാവില്ലേ തലയിൽ, ചൊറിച്ചിലെ കാര്യങ്ങളും, അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഇഞ്ചി. അപ്പോൾ ഇതും എല്ലാം ഈ 3 കൂടി ഉപയോഗിച്ച് നോക്ക്, വണ്ടർഫുൾ റിസൾട്ടാണ് കേട്ടോ. ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞല്ലോ കുറച്ച് ജ്യൂസ് ഉണ്ട്, അപ്പോൾ അത് വേണ്ട പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സമയം വീട്ടിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ ജ്യൂസുകൾ മാറി മാറി കഴിക്കുക കേട്ടോ. ഏറ്റവും ഇത് റെഗുലർ യൂസ് ആണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. നല്ലോണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള മാറ്റങ്ങൾ, റെസിസ്റ്റൻസ് പവർ ഉണ്ടാവും കേട്ടോ, ഇമ്മ്യൂണിറ്റി എല്ലാം നമുക്ക് നല്ല റിസൾട്ടാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുടിക്കാം. ഈ ക്യാരറ്റ് ജ്യൂസ് അടിക്കുമ്പോൾ അല്പം വെള്ളം ചേർക്കണം കേട്ടോ. അത് എന്നാലേ നമുക്ക് അരഞ്ഞു കിട്ടുള്ളൂ. എന്ത് നമ്മൾ അരയ്ക്കുമ്പോഴും അല്പം വെള്ളം ചേർക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ. അങ്ങനെയും ചേർക്കാം, ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. ഈ ഇഞ്ചി നീരും ആപ്പിൾ സൈഡർ വിനെഗറിയൊക്കെ വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ. ഡൈജഷൻ, അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിയാക്കും കേട്ടോ. നമുക്ക് ഇത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റം തോന്നും. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ അളവ് കുറച്ചോളൂ. ഇത് എടുക്കുമ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഈ ആപ്പിൾ സൈഡർ വിനാഗർ എന്നുള്ളത് 1/2 സ്പൂൺ ആക്കുക. അങ്ങനെ ആദ്യം അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഒന്നിച്ച് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കുറേശ്ശെ എന്തും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറേശ്ശെയായിട്ട് ചെയ്യാം. കണ്ട ഫിഷർ ഞാൻ അരിച്ചിട്ടില്ല, അതാണ് കേട്ടോ. നന്നായിട്ട് അരച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ക്യാരറ്റ് ജ്യൂസ് നമുക്ക് കണ്ണിന് നല്ലതാണല്ലോ കേട്ടോ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ മുടിയുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഈ ജ്യൂസ് നിങ്ങൾക്ക് ബെസ്റ്റാണ് കേട്ടോ. അപ്പൊ മാക്സിമം ഇത് ഡെയിലി ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ. മാറി എൻ്റെ ജ്യൂസുകൾ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. നമസ്തേ. എല്ലാവർക്കും നല്ലതായിരിക്കും.